ISL 12-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയോടെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് എതിരില്ലാത്ത 2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. 2 ഗോളും മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളാണ് നേടിയത്. ലീഗിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ടീമിനാണ് ഇത്തവണ കിരീടം നൽകുക. FA കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും പ്രീ ക്വാർട്ടറിൽ സിറ്റി സാൽഫോർഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ബ്രൈറ്റനെ 3 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ലിവർപൂളിന്റെ മുന്നേറ്റം. സൂപ്പർ താരം മുഹമ്മദ് സലാ ലിവർപൂളിനായി വലകുലുക്കി. സൂപ്പർ പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയെ കീഴടക്കി ന്യൂകാസിൽ യുണൈറ്റഡ്. 1-നെതിരെ 3 ഗോളുകൾക്കാണ് ന്യൂകാസിൽ വില്ലയെ തോൽപ്പിച്ചത്. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയെ മറികടന്ന് റയൽ മാഡ്രിഡ് ഒന്നാമത്. റയൽ സോസിഡാഡിനെ വീഴ്ത്തിയാണ് റയൽ തലപ്പത്തെത്തിയത്. സോസിഡാഡിനെ 1-നെതിരെ 4 ഗോളുകൾക്കാണ് റയൽ തോൽപ്പിച്ചത്. റയലിനായി വിനീഷ്യസ് ഇരട്ട ഗോളുകൾ നേടി. ബാഴ്സയേക്കാൾ 2 പോയിന്റ് വ്യത്യാസത്തിലാണ് റയൽ ലീഗിൽ ഒന്നാമതെത്തിയത്. CK നായിഡു ട്രോഫിയിൽ ജാർഖണ്ഡിനെതിരെ 9 റൺസിന്റെ നിർണായക ലീഡ് സ്വന്തമാക്കി കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് 283 അവസാനിച്ചു. തുടർച്ചയായി 3 മത്സരത്തിലും സെഞ്ചുറി നേടിയ വരുണിന്റെ പ്രകടനമാണ് കേരളത്തിന്റെ ലീഡ് ഉയർത്തിയത്. 2 ദിവസം കളി നിർത്തുമ്പോൾ ജാർഖണ്ഡ് വിക്കറ്റ് പോകാതെ 1 റൺ എന്ന നിലയിലാണ്. സീനിയർ വനിതാ ഏകദിന മത്സരത്തിൽ കേരളത്തിന് തുടർച്ചയായ 4ാം ജയം. കരുത്തരായ പഞ്ചാബിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 42.2 ഓവറിൽ ലക്ഷ്യം കണ്ടു. സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന IV ദൃശ്യയുടെ ഉജ്ജ്വല ഇന്നിംഗ്സാണ് കേരളത്തിന് ജയമൊരുക്കിയത്. ദക്ഷിണ മേഖല അണ്ടർ-14 ക്രിക്കറ്റിൽ ഹൈദരാബാദിനെ എറിഞ്ഞിടാൻ കേരളം ഇന്നിറങ്ങും. 6 വിക്കറ്റിന് 445 റൺസ് എടുത്ത കേരളം 1ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. വസിഷ്ഠ്, അരുൺ അലക്സ് എന്നിവരുടെ സെഞ്ചുറിയാണ് കേരളത്തിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ 27 റൺസിനിടെ ഹൈദരാബാദിന് 2 വിക്കറ്റ് നഷ്ടമായി. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 1:45-ന് സിഡ്നിയിലാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അലീസ ഹീലിയുടെ പിൻഗാമിയായി സോഫി ഓസീസിന്റെ ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കും. അവസാനമായി ഇരു ടീമും ഏകദിന ലോകകപ്പ് സെമിയിൽ നേരിട്ടപ്പോൾ റെക്കോർഡ് ചേസിംഗിലൂടെ ഫൈനലിലേക്ക് എത്തിയ ആത്മവിശ്വാസവുമായാണ് ഹർമൻപ്രീതും സംഘവും എത്തുന്നത്. സൗദി പ്രോ ലീഗിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിന് തകർപ്പൻ ജയം. അൽ ഫത്തഹിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മാനേജ്മെന്റിനെതിരായ പ്രതിഷേധം അവസാനിപ്പിച്ച് ഗോളോടെയാണ് റൊണാൾഡോ തിരിച്ചെത്തിയത്. ലീഗിൽ അൽ ഹിലാലുമായുള്ള പോയിന്റ് വ്യത്യാസം 1 ആക്കി കുറച്ച് അൽ നസർ.